Google business profile വരുന്ന നെഗറ്റീവ് റിവ്യൂസ് നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാം? ഇതാണ് നമ്മൾ ഈ വീഡിയോ നോക്കുന്നത്. അപ്പോൾ ബിസിനസ് ഓണേഴ്സിന് എല്ലാം വലിയൊരു തലവേദനയാണ് ഈ നെഗറ്റീവ് റിവ്യൂസ് വരുന്നത്, അല്ലേ? അപ്പോൾ ഇത് നമുക്ക് റിമൂവ് ചെയ്യുന്നതിന് രണ്ട് ഫേസസ് ആണ് ഉള്ളത്. അപ്പോൾ ഈ വന്ന നെഗറ്റീവ് റിവ്യൂവിനെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ റിപ്പോർട്ട് ചെയ്ത റിവ്യൂ ഗൂഗിൾ റിമൂവ് ചെയ്തില്ല എങ്കിൽ നമുക്ക് ഇത് അപ്പീൽ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിന്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ വന്ന നെഗറ്റീവ് റിവ്യൂസ് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം റിവ്യൂ സെക്ഷനിലേക്ക് പോവുക. ഇവിടെ നമ്മൾ റിവ്യൂ സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ മോസ്റ്റ് റെലവന്റ് അല്ലെങ്കിൽ ന്യൂവസ്റ്റ് ലോവസ്റ്റ് എന്ന് പറഞ്ഞ് അവിടെ നമ്മൾ റിവ്യൂ സെലക്ട് ചെയ്യുക. റിമൂവ് ചെയ്യേണ്ട നെഗറ്റീവ് റിവ്യൂ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അതിന്റെ റൈറ്റ് സൈഡിൽ ഈ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം റിപ്പോർട്ട് റിവ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഫോണിലാണ് ചെയ്യുന്നതെങ്കിൽ ആ റിവ്യൂവിന്റെ റൈറ്റ് സൈഡിൽ ഒരു 3 ഡോട്ട് ആയിരിക്കും, 3 കുത്തായിരിക്കും കാണുന്നത്. അവിടെ ക്ലിക്ക് ചെയ്ത് റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ചധികം ഓപ്ഷൻസ് നമുക്ക് കാണാം. ഓഫ് ടോപ്പിക്, സ്പാം അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇതിൽ നിന്ന് ഏത് കോണ്ടന്റ് പോളിസിയാണ് ബ്രേക്ക് ചെയ്യുന്നത് എന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാൻ ഇതിൽ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിനു ശേഷം ജസ്റ്റ് താഴെ സെൻഡ് റിപ്പോർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെൻഡ് റിപ്പോർട്ട് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇങ്ങനെ ഒരു ഡാഷ്ബോർഡ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഇറ്റ് മേ ടേക്ക് അപ് ടു 3 വർക്കിംഗ് ഡേയ്സ് ടു പ്രോസസ് യുവർ റിക്വസ്റ്റ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് 3 വർക്കിംഗ് ഡേ 72 അവേഴ്സ് നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ 72 അവേഴ്സിനുള്ളിൽ ഗൂഗിൾ ഒരു തീരുമാനത്തിലെത്തും. ഈ റിവ്യൂ റിമൂവ് ചെയ്യാൻ സാധിക്കുമോ അതോ ഇല്ലയോ എന്നുള്ള ഒരു തീരുമാനത്തിലെത്തും. നമുക്കൊരു മെയിൽ ആയിട്ടായിരിക്കും ഇത് വരുന്നത്. അപ്പോൾ നിങ്ങൾ മെയിൽ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ റിവ്യൂ റിമൂവ് ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ ഈ രീതിയിലുള്ള ഒരു മെയിൽ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതല്ല റിവ്യൂ റിമൂവ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഈ രീതിയിലുള്ള ഒരു മെയിൽ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഇനിയാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾ റിപ്പോർട്ട് ചെയ്ത റിവ്യൂ റിമൂവ് ആയി പോയിട്ടുണ്ട് എങ്കിൽ നമ്മൾ സെക്കൻഡ് പ്രോസസ്സിലേക്ക് കിടക്കേണ്ട ആവശ്യമില്ല, അപ്പീൽ പ്രോസസ്സിലേക്ക് കിടക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ്, നമ്മൾ റിപ്പോർട്ട് ചെയ്ത റിവ്യൂ റിമൂവ് ആയി പോയില്ല എങ്കിൽ എങ്ങനെ അതിന് നമ്മൾ ഒരു അപ്പീൽ കൊടുക്കാം, ഇതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പൊ നമ്മൾ ഈ അപ്പീൽ ടൂൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒരു ലിങ്ക് ഉണ്ട്. ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. അപ്പൊ ഈ ലിങ്ക് ഉപയോഗിച്ച് വേണം നമ്മൾ അപ്പീൽ ടൂൾ ഉപയോഗിക്കാൻ വേണ്ടി. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഡാഷ്ബോർഡിലേക്കായിരിക്കും നിങ്ങൾ എത്തുന്നത്. ഇവിടെ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് ആ മെയിൽ ഐ ഡി കൺഫേം ചെയ്യാനാണ്. നിങ്ങളുടെ ബിസിനസ് പ്രൊഫൈലുമായി അസോസിയേറ്റ് ചെയ്ത മെയിൽ ഐ ഡി ആണോ അത് എന്ന് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക. അതിൽ ഓണർഷിപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മാനേജർ ആക്സസ് ആയിക്കോട്ടെ, ഇത് രണ്ടും ഇല്ല എങ്കിൽ നിങ്ങൾ അത് കൺഫേം ചെയ്യാൻ നിൽക്കരുത്. അത് സ്വിച്ച് ചെയ്ത് ഏത് മെയിൽ ഐ ഡിയിലാണോ നിങ്ങളുടെ ഓണർഷിപ്പ് അല്ലെങ്കിൽ മാനേജർ ആക്സസ് ഉള്ളത് അതിലൂടെ വേണം ഈ അപ്പീൽ ടൂൾ ഉപയോഗിക്കാൻ വേണ്ടി. ആ മെയിൽ ഐ ഡി നമ്മൾ കൺഫേം ചെയ്തതിനു ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ചില മെയിൽ ഐ ഡിസിൽ ചില ബിസിനസ് ഓണേഴ്സിന്റെ ഒന്നിൽ കൂടുതൽ ബിസിനസ്സുകൾ കാണും, അല്ലെ? ചില 100, 150 ചെയിൻ ഓഫ് ബിസിനസ്സുകളൊക്കെ ആണെങ്കിൽ ഒരുപാട് കാണും. അപ്പൊ അത് ഏത് ബിസിനസ് പ്രൊഫൈലിലാണ്, ഏത് ലൊക്കേഷനിലുള്ള ബിസിനസ് പ്രൊഫൈലിലാണ് ഈ നെഗറ്റീവ് റിവ്യൂ വന്നിരിക്കുന്നത് എന്ന് സെലക്ട് ചെയ്യുക. ഇതിലിപ്പോൾ ഒരു ബിസിനസ് പ്രൊഫൈൽ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത് സെലക്ട് ചെയ്യുന്നു. നിങ്ങൾ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് ഈ വരുന്ന ഒരു ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് ഈ 2 ഓപ്ഷൻ ചിലപ്പോഴേ കാണാൻ സാധിക്കുള്ളൂ. കാരണം എന്താണ്, നമ്മൾ ആദ്യം ഒരു റിവ്യൂ റിപ്പോർട്ട് ചെയ്തു, അല്ലെ? അപ്പൊ ഇവിടെ നിങ്ങൾ റിവ്യൂ റിപ്പോർട്ട് ചെയ്തിട്ടല്ല ഈ ഒരു ഡാഷ്ബോർഡിലേക്ക് വരുന്നതെങ്കിൽ ഈ സെക്കൻഡ് ഓപ്ഷൻ മാത്രമായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ റിപ്പോർട്ട് എ ന്യൂ റിവ്യൂ ഓഫ് റിമൂവൽ, നമുക്ക് ഈ ഒരു ലിങ്ക് വെച്ച് അല്ലെങ്കിൽ ഈ ഒരു അപ്പീൽ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഫസ്റ്റ് ഒരു റിവ്യൂവിനെ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷെ നമുക്ക് എപ്പോഴും ഈ റിവ്യൂ ടൂളിന്റെ ലിങ്കുമായി നടക്കാനൊന്നും പറ്റില്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ കയറി റൈറ്റ് സൈഡ് കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. അതല്ല എന്നിട്ട് പോയില്ലെങ്കിൽ മാത്രം ഇത് ഉപയോഗിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ ഈ ലിങ്ക് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ 2 ഓപ്ഷൻ കണ്ടില്ല എങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റിവ്യൂ റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ വരത്തുള്ളൂ. ഈ കാണുന്ന റിപ്പോർട്ട് ചെയ്ത റിവ്യൂസിന്റെ സ്റ്റാറ്റസ് അറിയാനും അപ്പീൽ ചെയ്യാനും വേണ്ടിയാണ് ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത്. ഇനി കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഡാഷ്ബോർഡിലേക്കായിരിക്കും നമ്മൾ എത്തുന്നത്. ഇവിടെ നമുക്ക് വന്ന റിവ്യൂസ് എല്ലാം കാണാൻ സാധിക്കും. അപ്പൊ ഈ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് റിവ്യൂവിനെ സോർട്ട് ചെയ്യാം. അപ്പൊ എത്ര 1 സ്റ്റാർ 2 സ്റ്റാർ 3 സ്റ്റാർ റിവ്യൂസിനെ മാത്രം സോർട്ട് ചെയ്യുന്നു. താഴെ കാണുന്ന അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് വേണ്ട റിവ്യൂസ് എല്ലാം അവിടെ വന്നിരിക്കും. അപ്പൊ ഇവിടെ 2 ഓപ്ഷനാണ് നമുക്ക് കാണുന്നത്. അപ്പീൽ ഫോർ എലിജിബിൾ റിവ്യൂസ്. അപ്പൊ എലിജിബിൾ അല്ലാത്ത റിവ്യൂസിന്റെ റീസൺ എന്താണ്, നമ്മൾ ഓൾറെഡി അപ്പീൽ ചെയ്ത റിവ്യൂസ് ആണ്. അപ്പൊ നമ്മൾ അപ്പീൽ ഫോർ എലിജിബിൾ റിവ്യൂസ് ക്ലിക്ക് ചെയ്യുന്നു, കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇങ്ങനെ ഒരു ഡാഷ്ബോർഡ് ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പൊ ഈ ഒരു ഡാഷ്ബോർഡിൽ നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള അപ്പീൽ കൊടുക്കാൻ എലിജിബിൾ ആയിട്ടുള്ള റിവ്യൂസ് എല്ലാം ഇതേപോലെ ഷോക്കേസ്ഡ് ആവും. അപ്പൊ അതിനുശേഷം നമുക്ക് ഏത് റിവ്യൂ ആണോ അപ്പീൽ കൊടുക്കേണ്ടത് അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ചെക്ക് ബോക്സ് നമ്മൾ ടിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഈ ഒരു ഡാഷ്ബോർഡിൽ നമുക്ക് ഏറ്റവും താഴെയായിട്ട് സബ്മിറ്റ് ആൻഡ് അപ്പീൽ എന്ന് പറഞ്ഞൊരു ലിങ്ക് കാണാം. ചെറിയ ലിങ്ക് ആണ്, സൂക്ഷിച്ച് നോക്കണം. ആ സബ്മിറ്റ് ആൻഡ് അപ്പീൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം അപ്പൊ ഇതേപോലെ ഒരു ഫോം ആയിരിക്കും നമുക്ക് ഓപ്പൺ ആയി വരുന്നത്. അപ്പൊ ഈ ഒരു ഫോം വെച്ചിട്ടാണ് നമ്മൾ റിവ്യൂ അപ്പീലിന് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു ഫോം നമുക്ക് എങ്ങനെ ഫില്ല് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് തന്നെ ചോദ്യം എന്ന് പറയുന്നത് ഗൂഗിളിന്റെ ഏത് റിവ്യൂ പോളിസിയാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ റിവ്യൂ പോളിസി എന്താണെന്ന് അറിയണം, അല്ലേ? അപ്പൊ നിങ്ങൾ ഈ സ്ക്രീൻ കാണുന്നതൊക്കെയാണ് ഗൂഗിളിന്റെ കോണ്ടന്റ് പോളിസീസ് റിവ്യൂമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലേ. ഇതിൽ ഏത് റിവ്യൂ പോളിസിയാണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത് എന്നാണ് ഗൂഗിൾ ചോദിക്കുന്നത്. അപ്പൊ ഇത് ചെറിയൊരു ഫേക്ക് എൻഗേജ്മെന്റ് ആണെങ്കിൽ ഞാനിപ്പോ ഫേക്ക് എൻഗേജ്മെന്റ് ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഏതാണ് അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്നത് അത് സെലക്ട് ചെയ്യുക, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ സെക്കൻഡ് ഓപ്ഷൻ എന്താണ്, ഈ റിവ്യൂ വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, എന്തുകൊണ്ട് വയലേറ്റ് ആയി എന്നുള്ള ഒരു റീസൺ അവിടെ കറക്റ്റ് ആയിട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലാതെ നമ്മൾ ഒരു 1-2 വാക്കിൽ ഒതുക്കരുത്. ഗൂഗിളിന്റെ കോണ്ടന്റ് പോളിസി ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, എന്തുകൊണ്ട് ബ്രേക്ക് ചെയ്തു എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു സ്ഥാപനത്തിലെ ഒരാളുടെ ഒരു ഫോൺ നമ്പർ അല്ലെങ്കിൽ ഒരാളുടെ നെയിം അല്ലെങ്കിൽ ഒരു വളരെ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചു, ഇതൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള
എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ കൊടുക്കുക. ഇപ്പൊ ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ചെറിയ സെന്റൻസ് മാത്രം ഫേക്ക് എൻഗേജ്മെന്റ് എന്ന് മാത്രമാണ് കൊടുക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫയൽ അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഗൂഗിൾ തന്നിട്ടുണ്ട്. നമുക്കൊരു സ്ക്രീൻഷോട്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ആ റിവ്യൂ ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്നും കൊടുക്കാനില്ല എങ്കിൽ പോലും ആ റിവ്യൂ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. അതിനുശേഷം വയലേറ്റ് ചെയ്ത ഭാഗം ഇപ്പോൾ ഒരു മോശമായിട്ടുള്ള വാക്കാണ് ഉപയോഗിച്ചതെങ്കിൽ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ അതിനകത്തുണ്ട്, ഫോൺ നമ്പർ ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് മാർക്ക് ചെയ്ത് അറ്റാച്ച് സേവ് ചെയ്ത് ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പൊ ഏറ്റവും ലാസ്റ്റ് ഈ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഈ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക. നമ്മൾ കൊടുത്ത ഇൻഫർമേഷൻസ് എല്ലാം കറക്റ്റ് ആണ് എന്ന് നമ്മൾ ടിക്ക് ചെയ്യുന്നതാണ്. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ സബ്മിറ്റ് ചെയ്ത ഈ റിവ്യൂ അപ്പീൽ നമുക്ക് ഇതേപോലെ ഒരു കേസ് ID ജനറേറ്റ് ആവും. ഇത് നമ്മൾ സൂക്ഷിച്ചു വെക്കുക. കാരണം എന്താണ്, ഇനി നമുക്ക് ഈ ഗൂഗിളിന്റെ ഭാഗത്ത് നിന്ന് റിവ്യൂ റിമൂവ് ആയില്ല എങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്ത് ഇങ്ങനെ ഒരു റിവ്യൂ നമ്മൾ റിപ്പോർട്ട് ചെയ്തു, അതിനുശേഷം അപ്പീൽ കൊടുത്തു, അതിനുശേഷവും നമുക്ക് ഇത് ഫോളോ അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തരുന്ന ഒരു കേസ് ID ആണത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഏറ്റവും മേജറായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ജെന്യൂൻ കസ്റ്റമർ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ വന്നിട്ട ഒരു നെഗറ്റീവ് റിവ്യൂ കോണ്ടന്റ് പോളിസി ബ്രേക്ക് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യാതിരിക്കുക. ഒരു മലീഷ്യസ് ആയിട്ട് നമ്മൾ ചുമ്മാ എല്ലാ നെഗറ്റീവ് റിവ്യൂസിനും ഇതേപോലെ റിപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അപ്പീലിന് പോയി കഴിഞ്ഞാൽ ഗൂഗിൾ പിന്നീട് നമ്മളെ ട്രസ്റ്റ് ചെയ്യാതെ വരും. അപ്പൊ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഗൂഗിളിന്റെ കോണ്ടന്റ് പോളിസി ബ്രേക്ക് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന റിവ്യൂസ് ആണ് ഇതേപോലെ നമുക്ക് ചെയ്യേണ്ടത്. അതല്ല എങ്കിൽ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ, അല്ലെങ്കിൽ റിവ്യൂ ബോംബിംഗ് പോലുള്ള ആക്ടിവിറ്റി ആണെങ്കിൽ, റിവ്യൂ ബോംബിംഗ് എന്താണ്, നമ്മുടെ ഒരു സർവീസ് എടുത്ത ഒരു കസ്റ്റമർ അദ്ദേഹത്തിന് ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായി, ആ നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായി അദ്ദേഹം ഒരു റിവ്യൂ ഇട്ടു. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യും, ഒരു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയോട് എല്ലാം പറഞ്ഞ് ഇവനൊരു പണി കൊടുത്ത് കളയാം എന്ന് പറഞ്ഞു കളഞ്ഞ് ഒരുപാട് പേരെ കൊണ്ട് റിവ്യൂ ഇടിക്കും അല്ലെ. ഒരുപാട് ബിസിനസ് ഓണേഴ്സിനും ഇത് അനുഭവം ഉണ്ടാകും. അപ്പൊ ഇങ്ങനെ വരുന്ന സംഭവങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാം, ഡീറ്റെയിൽ ആയിട്ട് ഇന്നയാൾ നമ്മുടെ കസ്റ്റമർ ആണ്, പക്ഷെ ബാക്കിയുള്ളവരൊന്നും നമ്മുടെ കസ്റ്റമർ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് നമ്മൾ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറയാം. ഈ ഒരു ടൈം ഫ്രെയിമിൽ വന്ന റിവ്യൂസിനെ കാണുമ്പോൾ തന്നെ ഗൂഗിളിന് സസ്പീഷ്യസ് ആക്ടിവിറ്റി ആയിട്ട് മനസ്സിലാക്കാനും അത് റിമൂവ് ആക്കാനും ഹെൽപ്പ് ചെയ്യും. അൾട്ടിമേറ്റ് ഡിസിഷൻ എടുക്കുന്ന ആരാണ്, ഗൂഗിളാണ്. അപ്പോൾ എല്ലാ നെഗറ്റീവ് റിവ്യൂസും അത് ഈവൻ അതൊരു ഫേക്ക് റിവ്യൂ ആണെങ്കിൽ തന്നെ ചിലപ്പം ഗൂഗിളിന്റെ ഒരു കോണ്ടന്റ് പോളിസിയും ബ്രേക്ക് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലുമായി ബന്ധപ്പെട്ട് ആ കസ്റ്റമർക്ക് ഒരു എൻഗേജ്മെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു സർവീസ് ഓർ പ്രോഡക്റ്റ് സെർച്ച് ചെയ്ത് ആ ഷോപ്പിൽ ജസ്റ്റ് അവിടെ ആ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിൽ ഒന്ന് എൻഗേജ് ചെയ്തു, എനിക്ക് ഇട്ട ഫോട്ടോസ് ഇഷ്ടപ്പെട്ടില്ല, അതല്ലെങ്കിൽ ഞാനൊരു കോൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സംസാരിച്ച സമയത്ത് അവിടുത്തെ ബിഹേവിയർ, ഒരു സംസാര രീതി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇതിലെല്ലാം റിവ്യൂ ഇടാം എന്നാണ് ഗൂഗിൾ പറയുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ നെഗറ്റീവ് റിവ്യൂവിന്റെ പുറകെ പോവുകയല്ല, നിങ്ങൾ ഇതെല്ലാം യൂസ് ചെയ്യണം. ഒരു നെഗറ്റീവ് ഫേക്ക് റിവ്യൂ ആണെങ്കിൽ മാക്സിമം അത് റിമൂവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമ്മുടെ പ്രൊഫൈലിൽ ഒരു നെഗറ്റീവ് റിവ്യൂ വന്നു കഴിഞ്ഞാൽ അതിനെ ടാക്കിൾ ചെയ്യണമെങ്കിൽ ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് നമ്മൾ വീണ്ടും ഇട്ടുകൊണ്ടിരിക്കണം. അപ്പൊ മാക്സിമം നിങ്ങൾ പോസിറ്റീവ് റിവ്യൂ ഇടുക, ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക, ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടാക്കി മാറ്റുക എന്നുള്ളതാണ് നിങ്ങളുടെ ബിസിനസ് ഓണർ എന്നുള്ള നിലയിൽ നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം ഏതൊരു കസ്റ്റമർ ആണെങ്കിലും റിവ്യൂ നോക്കി മാത്രമാണ് ഇപ്പോൾ സർവീസ് ഓർ പ്രോഡക്റ്റ് ചൂസ് ചെയ്യുന്നത്. അപ്പൊ മാക്സിമം നമ്പർ ഓഫ് റിവ്യൂ കൺസിസ്റ്റന്റ് ആയി നിങ്ങളുടെ പ്രൊഫൈലിൽ ഇടാൻ, നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ കൊണ്ട് ഇടാൻ ശ്രമിക്കുക. See you on next video.